everyone. Once again, welcome to Wings Online. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയാണ്. അപ്പം നമ്മളിത് ക്ലാസ്സിൽ നമ്മൾ ഒരു തവണ ഇത് വായിച്ചു, ഫുള്ള് വായിച്ച് നമ്മളിത് പഠിച്ചു. അതേപോലെ നമ്മൾ സമ്മറി കുറച്ചുകൂടി നോക്കി. അതേപോലെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ കഥയൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മളുടെ ടെസ്റ്റ് പേപ്പർ ആവാറുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്ററിന്റെ ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാനാണ് ടീച്ചർ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം നമുക്കറിയാം ആരാണ് ഈ പറയുന്ന കഥ എഴുതിയിരിക്കുന്നത്. ഹസേഗാവ ടെക്ജിറോ എന്ന് പറയുന്ന ഒരു ഓതറാണ് ഈ പറയുന്ന ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞി കഥ എഴുതിയിരിക്കുന്നത്. ഈ കഥ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു കഥ അല്ലേ. നമുക്കറിയാം ഒരു കുട്ടി അല്ലേ, ആ കുട്ടിയുടെ പ്രത്യേകത എന്താ, ഈ കുട്ടിക്ക് എപ്പോഴും എന്തിനു വരക്കണം, പൂച്ചനെ വരക്കുന്നതാണ് ഇഷ്ടം അല്ലേ. എത്ര ബോറടിച്ചാലും ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് എപ്പോഴും ഒരേ ഒരു വിചാരമേ ഉള്ളൂ, എന്താണ്, കാറ്റ്സിനെ വരക്കാം. വീട്ടിലായാലും എവിടെയായാലും എവിടെ ചെന്നാലും കാറ്റ്സിനെ വരക്കണം അല്ലേ. ഒരുപാട് ക്ഷമ കെട്ടപ്പോൾ ഇവനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ കുഞ്ഞാണ്, ഇവന് ഭയങ്കരമായിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇവനെ എവിടെ കൊണ്ടാക്കി, ഒരു പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ ഇവനൊരു മാറ്റം ഉണ്ടാവുന്നതാണ് ആര് പ്രതീക്ഷിച്ചത്, ഈ പറയുന്ന പാരന്റ്സ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവന് മാറ്റം ഉണ്ടായിരുന്നോ, ഇല്ല. അവന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ല. അവൻ അവിടെ എന്താ ചെയ്തേ, കാറ്റ്സിനെ തന്നെ വരച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടുത്തെ പ്രീസ്റ്റിന് മനസ്സിലായി എന്ത്, ഇവന് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. അപ്പോൾ അവന്റെ പാരന്റ്സിനോടൊന്നും പറഞ്ഞില്ല, പ്രീസ്റ്റ് നേരെ ആരോട് പറഞ്ഞു, ഈ കുട്ടിനോട് തന്നെ പറഞ്ഞു, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, പ്രീസ്റ്റ് ആവാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടുന്ന് പോയിക്കോ, കാരണം നിന്നെ കൊണ്ട് നിർത്താനൊന്നും പറ്റില്ല, ഒരു പ്രീസ്റ്റ് ആവാനുള്ള ഒന്നും നിന്നിലില്ല. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഇവര് ഭയങ്കര വിഷമമായി. എന്നാ പറയാൻ കുറച്ച് സന്തോഷമായിട്ടുണ്ടാവും, കാരണം ആൾക്കും ഇഷ്ടമില്ലല്ലോ പ്രീസ്റ്റ് ഒന്നാവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ നിന്ന് എങ്ങോട്ട് പോയില്ല, വീട്ടിലോട്ട് പോയില്ല. കാരണം എന്താ, വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയും ചീത്ത പറയും, അവർക്ക് ഇഷ്ടമില്ല തിരിച്ചു ചെന്നാൽ. ഈ പറയുന്ന പ്രീസ്റ്റിന് മനസ്സിലായി ഇവനെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ, ഇല്ല. വീട്ടിൽ ചെന്നാൽ അച്ഛനും അമ്മയും ചീത്ത പറയോ തല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവൻ എന്ത് ചെയ്തില്ല, വീട്ടിലേക്ക് പോയില്ല. പകരം ഇവൻ എങ്ങോട്ട് പോയി, അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക്, വേറൊരു പഴയ അമ്പലത്തിലേക്കാണ് പോയത്. കാരണം ഇവനെ അറിയാം അങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ട്. അവിടെ ഇപ്പൊ ഉണ്ടോ സംഭവം ഒന്നും ഇതിന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവന്റെ ഓർമ്മയില് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു അമ്പലം അവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ അവിടെ ചെന്ന് ഇതേ പണി തന്നെ, പ്രീസ്റ്റ് ആവാൻ വേണ്ടി അവിടെ ചെന്ന് പഠിക്കാം എന്നുള്ള, അല്ലെങ്കിൽ ഒരു ആക്കോലൈറ്റ് ആവാൻ വേണ്ടി അവിടെ ചെന്ന് പഠിക്കാം എന്നുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ എന്നുള്ളൊരു ഐഡിയയില് ഇവൻ അങ്ങോട്ട് നടന്നു. അപ്പൊ രാത്രി വീട്ടിലേക്ക് പോയില്ല, രാത്രി ആയപ്പോ അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെറിയൊരു വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ആളങ്ങോട്ട് കയറി. പക്ഷെ പ്രീസ്റ്റുകളോ ബാക്കിയുള്ള വേറെ ആരും ആ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവൻ വിചാരിച്ചു ചിലപ്പോൾ രാത്രിയല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവനറിയാത്തൊരു വലിയ കഥ ഉണ്ടായിരുന്നു. നമുക്കറിയാം അല്ലെ, എന്താണത്, ഒരു വലിയ ഗോബ്ലിൻ റാറ്റ് അല്ലെങ്കിൽ ഒരു ഗാങ് തന്നെ വന്നിട്ട് ഈ പറയുന്ന അമ്പലത്തിലെ പ്രീസ്റ്റുകളെയൊക്കെ പേടിപ്പിച്ചോടിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ അമ്പലത്തിൽ ആരില്ല, ഈ പറയുന്ന പ്രീസ്റ്റുകളോ ബാക്കി ആരുമില്ല, ആൾക്കാർ വരുന്നില്ല അമ്പലത്തിൽ, ഈ പറയുന്ന പ്രീസ്റ്റുകളില്ല. ഒരു അബാൻഡൺ ആയ അമ്പലം പോലെയാണത്. എന്താണ് അബാൻഡൺ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്പലം. പക്ഷെ ഇതൊന്നും നമ്മളുടെ കുട്ടിക്ക് അറിയില്ല. നമ്മളുടെ കുട്ടിക്ക് ആകെ അറിയാവുന്ന എന്താണ്, ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ചെന്ന് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന പ്രീസ്റ്റുകളെ വെയിറ്റ് ചെയ്ത് ഇവരൊന്നും രാത്രി മൊത്തം അവിടെ കഴിഞ്ഞു. അപ്പൊ ഇവന് വേറൊരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അല്ലെ, എന്താണ്, പൂച്ചനെ വരക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവന് എന്ത് ചെയ്തു, പൂച്ചനെ വരച്ചോണ്ടേയിരുന്നു. ഈ പറയുന്ന എവിടെയൊക്കെ വാൾസ് ഉണ്ടോ അവിടെയൊക്കെ ആളെന്ത് വരച്ചു, പൂച്ചനെ വരച്ചു. അപ്പൊ പൂച്ചനെ വരച്ചപ്പോ ഓക്കെ, ഇവന് സന്തോഷമായി, ഇവന്റെ സന്തോഷമൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോ ഈ പറയുന്ന പഴയ അമ്പലത്തിലെ പ്രീസ്റ്റ് ഇവന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു വിട്ടിരുന്നു അല്ലെ. എന്താണ് പറഞ്ഞു വിട്ടത്, നീ രാത്രി സമയത്ത് എന്ത് ചെയ്യണം, വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലത്ത് ഒതുങ്ങുക, ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നൊന്നും അവന് ആദ്യം അറിയില്ലായിരുന്നു. ഈ പറയുന്ന അമ്പലത്തിൽ എത്തിയപ്പോ ഇവൻ രാത്രി ഈ പൂച്ചനൊക്കെ വരച്ചിട്ട് ഇവന് ഉറക്കം വന്നു തുടങ്ങി. അപ്പൊ ഇവന് ഇത് ഓർമ്മ വന്നു. അപ്പൊ ഇവൻ വിചാരിച്ചു വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് ആര് പറഞ്ഞേക്കുന്നത്, അവിടുത്തെ പ്രീസ്റ്റ് പറഞ്ഞേക്കണേ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി അവിടെ ഒരു കുഞ്ഞി ക്യാബിനറ്റ് ഉണ്ടായി, അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് ഉറങ്ങി. അപ്പൊ രാത്രി ആയപ്പോ ഇവന് ഉറക്കത്തിൽ നിന്ന് ഒരു ഒച്ച കേട്ട് എണീറ്റു. ഭയങ്കരമായ ഒച്ചയായിരുന്നു അല്ലെ, നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഒച്ചയായിരുന്നു, എന്തോ നടക്കുന്നുണ്ട്. അപ്പൊ പേടിയാലും പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കിയപ്പോ ഒന്നും മനസ്സിലാവണമെന്നില്ല, ആകെ എന്തൊരു പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇവൻ എവിടെ, ഈ പറയുന്ന രാവിലെ ആയി കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്, ഇവൻ നോക്കിയപ്പോ അവിടെ ഒരു ഗോബ്ലിൻ റാറ്റ് മരിച്ചു കിടക്കാണ്. ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റിനെയൊക്കെ ആരാണ് കൊന്നത്, അതിനെന്താ പറ്റിയ, അവിടെ മൊത്തം ബ്ലഡാണ്. ഇവന് ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത് ഇവൻ വരച്ച
ആ കാറ്റ്സ് ഇവൻ വരച്ചു കുറെ പൂച്ചനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലേ ഈ പറയുന്ന ചുമരിലൊക്കെ. അപ്പൊ ആ കാറ്റ്സ് എല്ലാം കൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന വലിയ ഗോബ്ലിൻ റാറ്റിനെ കൊന്നു. ഒരു പശുവിന്റെ അത്ര ഉണ്ടെന്നൊക്കെയാണ് സൈസ് പറയുന്നത്. അപ്പോ ഈ ഇത്രയും വലിയൊരു ഗോബ്ലിൻ റാറ്റിനെ കൊന്നതാരാണ്? ചുമരിലൊക്കെ നമ്മുടെ ഈ കുട്ടി വരച്ചിട്ട ഈ പറയുന്ന പൂച്ചകളാണ് അല്ലേ. ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ് ഈ പൂച്ചനെ കൊണ്ട് വിചാരിച്ചത്. പക്ഷെ പൂച്ച എന്ത് ചെയ്തു, ഈ പറയുന്ന ഇത്ര ആൾക്കാരെ പേടിപ്പിച്ച് ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് അകറ്റി നിർത്തി അങ്ങനെ ഒരു സംഭവം ആക്കി അമ്പലത്തിനെ മാറ്റിയ ആളാണ് ഗോബ്ലിൻ റാറ്റ്. ഗോബ്ലിൻ റാറ്റിനെ കൊല്ലാനാണ് ആര് സഹായിച്ചത്? ഈ പറയുന്ന കുട്ടി വരച്ച ചുമരിലെ പൂച്ചകൾ. ഇതൊക്കെ ശരിക്കും നടക്കുമെന്ന് നമുക്ക് അറിയില്ല അല്ലെ, ശരിക്കും നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇതൊരു കുഞ്ഞി കഥയാണ്. ഇതിലെ സംഭവം ഇത്രയേ ഉള്ളൂ. അതോടുകൂടി തന്നെ ഇവൻ എന്തായി, വലിയൊരു പെയിന്റർ അല്ലെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ ഈ പറയുന്ന കുഞ്ഞു കഥ, ഒരു കുഞ്ഞു സമ്മറിയാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ ഇതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് നോക്കണ്ടേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതല്ലാണ്ട് വേറെ കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. How was the goblin rat killed? എങ്ങനെയാണ് ഗോബ്ലിൻ റാറ്റ് വധിക്കപ്പെട്ടത്? എങ്ങനെയാണ് ഗോബ്ലിൻ റാറ്റിനെ കൊന്നത്? Write the events that led to the death of the goblin rat to complete the flow chart given in the text. Okay, ഈ പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കലാണ് നമ്മളുടെ സംഭവം. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കലാണ് എന്ത് നമുക്കിപ്പോൾ ചെയ്യേണ്ട പ്രോഗ്രാം. ഓക്കെ, എ ഗോബ്ലിൻ റാറ്റ് എന്തിനാണ് ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റിനെ കൊന്നതിനെ പറ്റിയാട്ടോ. നമുക്ക് അത് ഫുള്ള് എഴുതേണ്ടതല്ല. ഗോബ്ലിൻ റാറ്റ് എങ്ങനെയാണ് മരിച്ചത് മാത്രമേ നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ നോക്കിക്കോ, എ ഗോബ്ലിൻ റാറ്റ്. ഓക്കെ, എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ്. എന്താ അങ്ങനെ പറഞ്ഞ? ഒരു ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ എന്നുവെച്ചെന്താ, പേടിപ്പിച്ചു. ആരെയാ പേടിപ്പിച്ചേ? നോക്കിയേ, പ്രീസ്റ്റ്. ഈ പറയുന്ന അമ്പലത്തിലെ മെയിൻ പ്രീസ്റ്റുകളെ ആര് പേടിപ്പിച്ചു? ഗോബ്ലിൻ റാറ്റ് പേടിപ്പിച്ചു. ആൻഡ് ടു പൊസഷൻ. നോക്കിയേ, ആൻഡ് ടു പൊസഷൻ എന്തിനെ? ടെമ്പിൾ. ഈ പറയുന്ന പ്രീസ്റ്റുകളൊക്കെ പേടിപ്പിച്ചു ആര്? ഗോബ്ലിൻ റാറ്റ്. എന്നിട്ട് അവരെന്താ ചെയ്തേ? ഏത് അമ്പലത്തിലാണോ ഈ പ്രീസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത് ആ അമ്പലം പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ, അവര് കൈയടക്കി വെച്ചു. അപ്പോ ഈ പറയുന്ന ഫ്ലോ ചാർട്ടിലെ ഫസ്റ്റത്തെ പോയിന്റ് നോക്കിക്കോ, എ ഗോബ്ലിൻ റാറ്റ്, ഒരു ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ്. ഈ പറയുന്ന പ്രീസ്റ്റുകളൊക്കെ പേടിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവര് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അവര് താമസിക്കുന്ന അവര് നോക്കിയിരുന്ന ആ പറയുന്ന അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിന്റെ പൊസിഷൻ, അതായത് ആ അമ്പലം അവര് കൈയടക്കി വെച്ചു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? ഒരു ഗോബ്ലിൻ റാറ്റ് ഉണ്ടായിരുന്നു. ആരെ പേടിപ്പിച്ചു? ഈ പറയുന്ന പ്രീസ്റ്റുകളെ, അമ്പലത്തിലെ പ്രീസ്റ്റുകളെ പേടിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ആ അമ്പലം അവര് കയ്യിലാക്കി. ആരുടെ കയ്യിലാക്കി? ഗോബ്ലിൻ റാറ്റിന്റെ കയ്യിലാക്കി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് നോക്കിയേ, the boy entered the temple and painted many cats upon the screen. അതിന്റെ ഇടയിൽ കുറെ സംഭവം നമുക്കറിയാം, പക്ഷെ നമ്മൾ അതൊന്നും പറയുന്നില്ല. നമ്മൾ നോക്കിയേ, ബോയ് entered the temple. അമ്പലത്തിന്റെ ഉള്ള ആര് കയറി? ഈ പറയുന്ന ബോയ് കയറി. അവൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേ? അവിടെ ചെന്നപ്പോ ആരെ കണ്ടില്ല അല്ലേ, പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. and painted many cats. Okay, boy entered the temple. ബോയ് അമ്പലത്തിൽ കയറി, പെയിന്റ് മിനി കാറ്റ്സ്, കുറെ പൂച്ചകളെ ഈ പറയുന്നത് എവിടെയൊക്കെയാണോ വാൾസ് ഉള്ളത്, എവിടെയൊക്കെയാണോ ഭിത്തിയുള്ളത് അവിടെയൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചു. കാറ്റ്സ് അപ്പോൺ ദ സ്ക്രീൻസ്. ഇവിടെ സ്ക്രീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറയുന്ന മതിൽ അല്ലെങ്കിൽ ഭിത്തിനെയൊക്കെയാണ് സ്ക്രീൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ ബോയ് എന്റേർഡ് ദ ടെമ്പിൾ. നമ്മൾ ഈ ആൺകുട്ടി എവിടെയൊക്കെ കയറി? അമ്പലത്തിൽ കയറി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? പെയിന്റഡ് മെനി കാറ്റ്സ്, കുറെ പൂച്ചകളെ അവിടെ ഇവിടെയൊക്കെ വരച്ചിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The boy found a little cabinet and went into it and fell fast asleep. അതിനുശേഷം നമ്മുടെ ബോയ് ചെയ്തത്, he found a little cabinet. നമ്മളുടെ പ്രീസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ട്? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയപ്പോ ചെക്കൻ എന്ത് ചെയ്തു? ലിറ്റിൽ ക്യാബിനറ്റ്, ഒരു ചെറിയ കുഞ്ഞു ക്യാബിനറ്റ് കണ്ടുപിടിച്ചു. അവിടെ കയറി കിടന്ന് ഉറങ്ങി. and fell fast asleep. പെട്ടെന്ന് ഉറക്കം വന്നല്ലേ, കുറെ ക്ഷീണം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ പറയുന്ന അമ്പലത്തിൽ നിന്ന് പുതിയ അമ്പലത്തിലേക്ക് വന്നതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായി. കുറച്ച് പൂച്ചകളൊക്കെ വരച്ചു, പരമാവധി പൂച്ചകളൊക്കെ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ പറയുന്ന ക്യാബിനറ്റിൽ കയറി കിടന്നു ഉറങ്ങി. അടുത്ത പോയിന്റ് നോക്കിയേ, the boy was awakened by a terrible noise, a noise of fighting and screaming. നോക്കിയേ, boy was awakened എന്ന് വെച്ചാൽ എന്താ? ആള് ഉണർന്നു അല്ലെങ്കിൽ ഉണർത്തി. എന്തുകൊണ്ടാണ് ഈ
പറയുന്ന ആള് ഉണർന്നത്? അവിടെ നമ്മളുടെ ബോയ് എവിടെയാ കിടന്നിരുന്നേ? സ്മോൾ ക്യാബിനറ്റ്, കുഞ്ഞി ക്യാബിനറ്റിലാണ് കിടന്നിരുന്നത്. ഈ കുഞ്ഞി ക്യാബിനറ്റിൽ കിടന്നിരുന്ന ആള് പെട്ടെന്ന് ഉണരാൻ കാരണം എന്താണ്? എന്ത് കേട്ടു? ബൈ എ ടെറിബിൾ നോയ്സ്. വെറുതെ അവിടെ എണീറ്റതല്ല, ഭയങ്കരമായ ഒരു ശബ്ദം ഈ പറയുന്ന നമ്മളെ കുട്ടി കേട്ടു. ഈ ഭയങ്കരമായ ശബ്ദം, എന്തോ ഒരു തല്ല് പിടി, ഭയങ്കര സ്ക്രീമും, ഭയങ്കര അലർച്ച, ഇങ്ങനത്തെ കുറെ ഒച്ച കേട്ടിട്ടാണ് നമ്മുടെ ബോയ് ഉണർന്നത്. അതാണ് ആ പോയിന്റ്. നോക്കിയേ, സ്ക്രീമിങ്ങും, നോയ്സ് ഓഫ് ഫൈറ്റിംഗ്, തല്ലുപിടിയുടെ ശബ്ദം, അലർച്ച, ഒരു ടെറിബിൾ നോയ്സ്, ഈ ടൈപ്പ് 3 ശബ്ദങ്ങൾ കേട്ടിട്ട് നന്നായി ഉറങ്ങിപ്പോയ നമ്മുടെ കുട്ടി പെട്ടെന്ന് ഉണർന്നു. അടുത്ത പോയിന്റ് നോക്കിയേ, ദ ബോയ് സോ എ ബിഗ് ഗോബ്ലിൻ റാറ്റ് ബിഗ്ഗർ ദാൻ എ കൗ ലൈയിങ് ഡെഡ് ഓൺ ദ ഫ്ലോർ. അപ്പോ ഈ ചെക്കൻ പുറത്തേക്ക് വന്നില്ല അല്ലേ? നമുക്കറിയാം, കാരണം പേടിച്ചിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഉറങ്ങിയേ. ബാക്കി അവിടെ ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു, കാരണം എന്താണ് ഒച്ചയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം എന്ത് പറ്റി? ദ ബോയ് സോ എ ബിഗ് ബോയ് എന്താ കണ്ടേ? എ ബിഗ് ഗോബ്ലിൻ റാറ്റ്, ഒരു വലിയ ഗോബ്ലിൻ റാറ്റിനെ കണ്ടു. പുറത്തിറങ്ങിയപ്പോ ഈ പറയുന്ന ഒച്ചയും എല്ലാ ഫൈറ്റിങ്ങിന്റെ ഒച്ചയും സ്ക്രീമിങ്ങും അലർച്ചയും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടി എങ്ങോട്ട് വന്നു? ഈ പറയുന്ന ഹോളിലേക്ക് വന്ന് നോക്കിയപ്പോ കണ്ടത് എന്താണ്? ഒരു ബിഗ് ഗോബ്ലിൻ, ഒരു വലിയ ഗോബ്ലിൻ റാറ്റ്. എങ്ങനെയാ നടക്കുന്നത്? ബിഗ്ഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാളും വലുതാണ് അല്ലേ? അപ്പൊ കുഞ്ഞൊന്നല്ല, ഒരു പശുവിനേക്കാളും വലിയ ഗോബ്ലിൻ റാറ്റാണ്. ലൈയിങ് ഡെഡ് ഓൺ ദ ഫ്ലോർ. എവിടെയാണ് കിടക്കുന്നത്? ഫ്ലോറിൽ. ആ പറയുന്ന ഫ്ലോറിൽ മരിച്ചു കിടക്കാണ്. ആര്? ഈ പറയുന്ന ബിഗ് ഗോബ്ലിൻ റാറ്റ്. അപ്പൊ നോക്കിയേ, ഇത്രേ ഉള്ളൂ ഈ പറയുന്ന ഫ്ലോ ചാർട്ട്. നമ്മൾ ഇത് സമ്മറി അല്ല എപ്പോഴും ആലോചിക്കുക. ഈ ഫ്ലോ ചാർട്ട് എന്താണ്? സമ്മറി ആണോ? അല്ല. ക്വസ്റ്റ്യൻ നോക്കിയേ, ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ആണ്. ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റ് എങ്ങനെ മരിച്ചു എന്നുള്ളതിന്റെ ഫ്ലോ ചാർട്ടാണ് നമ്മളോട് ചോദിച്ചേക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട കാര്യമില്ല. ഗോബ്ലിൻ റാറ്റിന്റെ മരണം മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് എവേ ആൻഡ് ടുക്ക് പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. ഒരു ഗോബ്ലിൻ റാറ്റ് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? പ്രീസ്റ്റിനെയൊക്കെ പേടിപ്പിച്ചു. എന്നിട്ട് അവരുണ്ടായിരുന്ന ആ അമ്പലം പുള്ളി ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റ് കൈയടക്കി വെച്ചു. നമ്മളെ കുട്ടിക്ക് അറിയില്ല. അതിനുശേഷം നോക്കിയേ, അതിനുശേഷമാണ് ബോയ് ടെമ്പിളിൽ കയറിയത് അല്ലേ? അവിടെ കയറിച്ചിട്ട് അവൻ എന്താ ചെയ്തത്? അവനെ കൊണ്ട് പറ്റുന്ന പോലെ കുറെ പൂച്ചനെ വരച്ചു. അതോടൊപ്പം അത് കഴിഞ്ഞ് അവൻ അവിടെ കയറി കിടന്ന് ഉറങ്ങി. ഈ ഉറങ്ങിയ ആള് കുറെ കഴിഞ്ഞപ്പോ എന്താ ചെയ്തേ? എവേക്കൻഡ് ബൈ എ ടെറിബിൾ വോയിസ്, ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടിട്ട് പുള്ളി പെട്ടെന്ന് എണീറ്റു. എന്താണെന്ന് അറിയില്ല, ഭയങ്കര അലർച്ചയുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു നോയ്സ് ഉണ്ട്, എന്തോ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മുടെ കൊച്ചായോണ്ട് അവൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. അവൻ എവിടെയാണ് കിടക്കുന്നത്? ആ സ്മോൾ ക്യാബിനറ്റിലാണ് അല്ലേ? വലിയ വലിയ സ്ഥലം ഒഴിവാക്കാൻ പഴയ അമ്പലത്തിലെ പ്രീസ്റ്റ് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ തന്നെ നമുക്കറിയാം ഏകദേശമായി. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്തുകൂടി പറഞ്ഞാൽ മതി? ഈ ഗോബ്ലിൻ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെയാ പറയാ? ദ ബോയ്, നമ്മുടെ ഈ കുട്ടി, സോ കണ്ടു, എന്ത് കണ്ടു? എ ബിഗ് ഗോബ്ലിൻ റാറ്റ് ബിഗ്ഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാൾ വലിയ ഗോബ്ലിൻ റാറ്റ് ലൈങ് ഡെഡ് ഓൺ ദ ഫ്ലോറിൽ മരിച്ചു കിടക്കുന്ന കണ്ടു. ഇത്രേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഒരു തവണ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, എങ്കിലും പറഞ്ഞു തന്നാണ്. നോക്കിയേ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇത് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ദിവസം നോക്കാം. അടുത്തതൊരു കോൺവെർസേഷൻ ആണ്. എന്താണ് കോൺവെർസേഷൻ? സംഭാഷണം അല്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ കോൺവെർസേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഫസ്റ്റ് ആണ് നോക്കാം. നോക്കിക്കോ. The boy in the story, the boy who drew cats, became very famous after the death of the goblin rat. Write the likely conversation between the priest and the boy. അപ്പൊ എന്താണ് നമ്മളുടെ ഈ കഥയിലെ നായകൻ ആരാ? നമ്മൾ ഈ പറയുന്ന കുട്ടിയാണ് അല്ലെ? നമ്മളുടെ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റിന്റെ മരണത്തിന് ശേഷം പുള്ളിക്കാരൻ നല്ല ഫേമസ് ആയി അല്ലെ? നല്ല അടിപൊളി, നല്ല എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ഫേമസ് ആളായിട്ട് ആര് മാറി? നമ്മളുടെ ഈ ബോയ് മാറി. നമ്മളുടെ ബോയ് എന്തായിട്ട് മാറി? ബിക്കെയിം വെരി ഫേമസ്. എന്തിനു ശേഷമാണ് ആൾ ഫേമസ് ആയത്? ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഗോബ്ലിൻ റാറ്റ്. ഗോബ്ലിൻ റാറ്റിന്റെ മരണത്തിന് ശേഷമാണ് അവ ഫേമസ് ആയത്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഈ കുട്ടി ആ ആദ്യത്തെ അമ്പലത്തിലെ പ്രീസ്റ്റിനെ കാണണം. ആ പ്രീസ്റ്റാണ് ഇവന് എന്ത് പറഞ്ഞു കൊടുത്തത്? ഈ പറയുന്ന വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കാൻ ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങിക്കൂടുക, ഇനി രാത്രി കാലങ്ങൾ. ഇത് പറഞ്ഞു കൊടുത്ത ആ പ്രീസ്റ്റ് ഉണ്ടല്ലോ, ആ ആളെ നമ്മളുടെ കുട്ടി കാണണം. അപ്പൊ ഇവര് തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ, എന്തൊക്കെ അവർ പറയാൻ ചാൻസ് ഉണ്ട്? നമുക്ക് അറിയാം എന്തൊക്കെ ഏകദേശം പറയാൻ ചാൻസ് ഉണ്ടെന്ന് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കിയേ, പ്രീസ്റ്റ്. ആരാണ് പ്രീസ്റ്റ് എന്ന് അറിയാലോ? പ്രീസ്റ്റ് പറയാണ്, മൈ ഡിയർ ബോയ്, ഹൗ ആർ യു? ബോയ്, ഐ വോണ്ട് ടു ടെൽ യു എ സർപ്രൈസ്. അപ്പൊ
പ്രീസ്റ്റ് പറയണം, മോനോ, മോനെ എന്തൊക്കെയുണ്ട് വിശേഷം, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പോ നമ്മളെ കുട്ടി എന്ത് മറുപടി പറയുന്നേ, ഐ വോണ്ട് ടു ടെൽ യു എ സർപ്രൈസ്. എനിക്ക് നിന്നോട് ഒരു സർപ്രൈസ്, എനിക്ക് താങ്കളോട് എന്ത് പറയണം, ഒരു സർപ്രൈസ് പറയാനുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ സർപ്രൈസ് എന്ന് ആര് വിചാരിച്ചിട്ടുണ്ടാവും? പ്രീസ്റ്റ് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്കും ഇപ്പൊ ഡൗട്ട് തോന്നല്ലേ, എന്ത് സർപ്രൈസ് ആയിരിക്കും നമ്മൾ ഈ കുട്ടി ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ നോക്കിയേ, പ്രീസ്റ്റ് വാട്ട് ഈസ് ഇറ്റ്. അപ്പൊ പ്രീസ്റ്റിനെ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പൊ പ്രീസ്റ്റ് ചോദിക്കാണ്, അല്ല എന്താണ് സർപ്രൈസ്, എന്താണ് പറഞ്ഞോളൂ, വാട്ട് ഈസ് ഇറ്റ്, എന്താണ് സംഭവം. അപ്പോ ആരാണ് മറുപടി പറയുന്നത്? ബോയ് പറയാണ്, യുവർ അഡ്വൈസ് സേവ്ഡ് മൈ ലൈഫ്. താങ്കളുടെ ഉപദേശം, യുവർ അഡ്വൈസ് സേവ്ഡ് മൈ ലൈഫ്. താങ്കളുടെ ഉപദേശം എന്നെ എങ്ങനെയാണ് സഹായിച്ചേ? എന്റെ ജീവൻ തന്നെ രക്ഷിച്ചു അല്ലേ. താങ്കളുടെ ഉപദേശമാണ് എന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പം നമുക്കറിയാം എന്തായിരുന്നു ആ അഡ്വൈസ്, ആ ഉപദേശം എന്തായിരുന്നു? വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിലേക്ക് പോവുക രാത്രി കാലങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് ആദ്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരനൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താണ് സംഭവം നമുക്ക് മനസ്സിലായി. അപ്പോ രണ്ടാമത്തെ ഡയലോഗ് നോക്കിയേ, ഈ പറയുന്ന ഒരു സർപ്രൈസ് എനിക്ക് പറയാനുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? നമ്മളുടെ ബോയ് ആണ് പറഞ്ഞത്. അപ്പൊ പ്രീസ്റ്റിന് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി, എന്തായിരിക്കും അല്ലേ സർപ്രൈസ്. അപ്പോ ഈ പറയുന്ന പ്രീസ്റ്റ് ചോദിക്കുകയാണ്, എന്താണ്, വാട്ട് ഇസ് ഇറ്റ്, എന്താണ് സർപ്രൈസ്. അപ്പോ നമ്മുടെ ബോയ് പറയാണ്, യുവർ അഡ്വൈസ് സേവ്ഡ് മൈ ലൈഫ്. താങ്കളുടെ അഡ്വൈസ് എന്റെ ജീവൻ തന്നെ രക്ഷിച്ചു. എന്തായിരുന്നു അഡ്വൈസ്? നമുക്കറിയാം എന്താണ്, രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ സ്ഥലങ്ങൾ ഒതുങ്ങുക. ഇതായിരുന്നു അഡ്വൈസ്. ഇത് കാരണം എന്താണ് രക്ഷപ്പെട്ടത്? ഈ പറയുന്ന ബോയുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റി. അപ്പൊ ഇതാണ് നമ്മളുടെ ബോയ് മറുപടി ആയിട്ട് പ്രീസ്റ്റിനോട് പറയുന്നത്. എന്താണ് സർപ്രൈസ് എന്ന് വെച്ചപ്പോ താങ്കളുടെ അഡ്വൈസ് എന്റെ ജീവൻ തന്നെ രക്ഷിക്കാനായിട്ട് കാരണമായി. അപ്പൊ പ്രീസ്റ്റ് പറയാണ്, റിയലി, ഹൗ ഡിഡ് യു സേവ് യുവർ ലൈഫ്. അപ്പൊ നമ്മുടെ പ്രീസ്റ്റ് ചോദിക്കണം, ആണോ, അപ്പൊ എങ്ങനെയാണ്, എന്താണ് സംഭവം, എങ്ങനെയാണ് നീ നിന്റെ ജീവൻ രക്ഷിച്ചത്? എന്റെ അഡ്വൈസ് കൊണ്ട്, എന്റെ ഉപദേശം എങ്ങനെയാണ് നിന്റെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്? അപ്പൊ നോക്കിയേ, ബോയ് പറയാണ്, യു ആസ്ക്ഡ് മീ ടു അവോയ്ഡ് എ ബിഗ് പ്ലേസ്, ഇറ്റ് സേവ്ഡ് മൈ ലൈഫ് ഫ്രം എ ഗോബ്ലിൻ. താങ്കൾ പറഞ്ഞിരുന്നില്ലേ എന്നോട് വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്ന്, അത് ഞാൻ ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, എന്നെ കൊല്ലാൻ സാധ്യതയായ ഒരു ഗോബ്ലിൻ റാറ്റ് ഉണ്ടായിരുന്നു. ആ ഗോബ്ലിൻ റാറ്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ ജീവൻ തന്നെ രക്ഷിച്ചു. അതാണ് ആ സംഭവം. ഓക്കെ, പ്രീസ്റ്റ്, ഇറ്റ് ഈസ് ഗ്ലാഡ് ന്യൂസ് മൈ ഡിയർ ബോയ്. എന്താ ഗ്ലാഡ് എന്ന് വെച്ചാൽ ഹാപ്പി അല്ലെ, ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഗുഡ് ന്യൂസ്, ഇതൊക്കെയാണ് ഗ്ലാഡിന്റെ അർത്ഥം. ഗ്ലാഡ് എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് എന്നായാലും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ പ്രീസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. നിന്റെ ജീവൻ ഈ പറഞ്ഞ എന്റെ ഉപദേശം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി അല്ലേ. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരാളോട് ഒരു ഉപദേശം കൊടുത്തു, ആ ഉപദേശം അയാൾ കേട്ടിട്ട് അയാളുടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായില്ലേ. ആ ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന പ്രീസ്റ്റിന് ഇവിടെ ഉള്ളത്. പ്രീസ്റ്റ് പറയും, വളരെ നല്ല കാര്യമാണ്, വളരെ നല്ലൊരു ന്യൂസ് ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര സന്തോഷമായി മൈ ഡിയർ ബോയ്. അതിനുശേഷം നോക്കിയേ, ദ ബോയ്, താങ്ക് യു ഫോർ യുവർ കെയർ. അപ്പൊ ബോയ് എന്ത് പറയും? താങ്ക് യു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ, എന്റെ ജീവൻ നിങ്ങളാണ് രക്ഷിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു കെയറിങ്, ഒരു സ്നേഹം ഉണ്ടായോണ്ടല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലത്തിൽ എന്തിനാണ് ചെന്നത്? ഒരു അസിസ്റ്റന്റ് ആവാനാണ്. പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പൊ എന്നെ വേണം നിങ്ങൾക്ക് വെറുക്കായിരുന്നു. പക്ഷെ നമ്മളെ പ്രീസ്റ്റ് അവിടെ ചെയ്തോ? ഇല്ല, പ്രീസ്റ്റ് നല്ല ഉപദേശം തന്നെ അവന് കൊടുത്തു, അത് ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ ബോയ് പറയാണ്, താങ്ക് യു. ഓക്കെ, പ്രീസ്റ്റ്, that is for your safety. അപ്പൊ പ്രീസ്റ്റ് പറയില്ല, മോനെ താങ്ക് യു ഒന്നും പറയണ്ട, അത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ആ പറഞ്ഞത്. ബോയ്, ഗ്രേറ്റ്. ഓക്കെ, ഗ്രേറ്റ്, വലിയ കാര്യം അല്ലേ. അപ്പൊ നോക്കിയേ, വളരെ കുഞ്ഞാണ് അല്ലേ, എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതാക്കി തന്നേക്കണേ കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന പ്രീസ്റ്റും ബോയും തമ്മിൽ കാണുമ്പോൾ എന്തൊക്കെ സംസാരിക്കോ അത് മാത്രം മതി. അപ്പൊ ഈ പറയുന്ന നോക്കിയേ, 1 2 3 4 5 ആകെ 5 ഉള്ളൂ അല്ലേ. പെട്ടെന്ന് എളുപ്പത്തിന് പഠിക്കാം. എല്ലാം ചെറുതാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഇവിടെ ഒരു കുഞ്ഞു വേർഡ് ഗ്ലാഡ് ഉണ്ട്, അതും പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഗ്ലാഡിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗുഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. അപ്പൊ ഇത്രയും ചെറുതാണ്, അപ്പൊ എല്ലാവരും ഇത് നന്നായി പഠിക്കണം, ഭയങ്കര ചെറുതാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. കോൺവെർസേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്പീച്ചാണ്. എന്താണ് ഒരു സ്പീച്ച്? സ്പീച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു പ്രസംഗമാണ് അല്ലേ. ചിലപ്പോൾ ഒരു പ്രസംഗം പല സ്ഥലങ്ങളിലുണ്ടാവും. ഓരോ സ്പീച്ചിനൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. അല്ലാണ്ട് എല്ലാവരും പറയുന്നത് സ്പീച്ചല്ല. സ്പീച്ച് പറയുന്ന ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാവും, അത് പറയാൻ പല കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം നമ്മൾ എന്ത് നോക്കണം? ചോദ്യം നോക്കണം. എന്താണ് ചോദ്യം നോക്കണ്ടേ? ആ ചോദ്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതണം സ്പീച്ചിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചോദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി ഫോർമാറ്റ്സിലേക്ക് കിടക്കാം. Okay, you are secretary of the arts club in your school.
നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആരാണ്? നിങ്ങളുടെ സ്കൂളിലെ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി ആണ് നിങ്ങൾ എല്ലാവരും കേട്ടോ. അപ്പൊ നോക്കിയേ, ദ ക്ലബ് ഡിസൈഡഡ് ടു ഓണർ ദ ബോയ് ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. അപ്പോ നിങ്ങളുടെ ഈ പറയുന്ന ആർട്സ് ക്ലബ്ബ് എന്ത് തീരുമാനിച്ചു? നമ്മളുടെ ഈ കഥയിലെ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സിലെ ഈ പയ്യനുണ്ടല്ലോ, ആ പയ്യനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പറയുന്ന ഒരു ഇവന്റ് പ്ലാൻ ചെയ്യണേ. ഈ പറയുന്ന നമ്മുടെ ഈ കുട്ടിയെ ഈ പറയുന്ന ഈ ഗോബ്ലിൻ റാറ്റ്സ് കൈയടക്കി വെച്ചിരുന്ന ആ ഒരു ടെമ്പിളിനെ രക്ഷിച്ച ആ ഒരു കുട്ടി ഉണ്ടല്ലോ, ദ ബോയ് ഡ്രൂ കാറ്റ്സിലെ നമ്മളുടെ ഈ കുട്ടി. അപ്പൊ ഈ കുട്ടിനെ ആദരിക്കാൻ ആരാണ് തയ്യാറായേക്കണേ? നിങ്ങളാണ്. നിങ്ങൾ ആരാണ്? സെക്രട്ടറിയാണ് ഇതിന്റെ ആർട്സ് ക്ലബിന്റെ. അപ്പോ ഈ സംഭവത്തിലേക്ക് ഒരു സ്പീച്ചാണ്. ഓക്കെ, പ്രിപ്പയർ എ സ്പീച്ച് ഇൻ യുവർ സ്കൂൾ അസംബ്ലി. അപ്പൊ ഇത് നിങ്ങൾക്ക് ആരോട് പറയണം? സ്കൂൾ അസംബ്ലിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. ഇവരോടൊക്കെ നമുക്കൊരു സ്പീച്ച് ആയിട്ട് പറയണം. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിനെ ആദരിക്കാൻ വേണ്ടി ഒരു സ്പീച്ച് നിങ്ങൾ റെഡിയാക്കുക? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. നോക്കിയേ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പിൾ. എപ്പോഴും നമ്മൾ സ്പീച്ചിന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റഡ്, അല്ലെങ്കിൽ ആരോടാണോ ഈ സ്പീച്ച് പറയുന്നത്, ഈ സദസ്സിൽ ആരാണോ ഇരിക്കുന്നത് അവരെ വേണം നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യാൻ. നമുക്കറിയാം സ്കൂളിൽ നടക്കുന്ന സ്പീച്ചാണ്. സ്കൂളിൽ നടക്കുന്ന സ്പീച്ച് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആരെയാണ് മെൻഷൻ ചെയ്യുക? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പിൾ. അവിടുത്തെ ഏറ്റവും വലിയ ഹെഡ് ആരാണ്? പ്രിൻസിപ്പിൾ ആണ്. അതിനുശേഷം നോക്കിയേ, ബിലവഡ് ടീച്ചേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള ടീച്ചർമാരാണ് പിന്നെ പറയും. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. പ്രിൻസിപ്പൾ കഴിഞ്ഞു, ടീച്ചേഴ്സ് തന്നെ. അതിന്റെ ആരെ പറയണം? നമ്മൾ കൂട്ടുകാരെ പറയുന്നു അല്ലെ. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്ന് യൂസ് ചെയ്തില്ല, അതിന് വരെ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരോടും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നോക്കിയേ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, ബിലവഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് പറഞ്ഞു തുടങ്ങി. എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. അപ്പൊ എല്ലാരും മെൻഷൻ ചെയ്തതിന് ശേഷം എന്ത് പറയണം? ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയണോ അല്ലെ, ഒന്ന് വിഷ് ചെയ്യേണ്ട ആൾക്കാരെ. അപ്പൊ ഗുഡ് മോർണിംഗും പറഞ്ഞു. അതിനുശേഷം നോക്കിയേ, ഐ ആം ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു ടു സേ എ ഫ്യൂ words about the boy who saved a village from the dreadful animal. നോക്കിയേ, എനിക്ക് നിങ്ങളുടെ എല്ലാം മുമ്പിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവിടെ ആരെ പറ്റിയാണ് പറയാൻ പോകുന്നത്? നോക്കിയേ, ഐ എം ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു ടു സേ ഫ്യൂ വേർഡ്സ്. ഈ പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോവാണ്. എന്തിനെ പറ്റി? എബൌട്ട് ദ ബോയ്, ഒരു ആൺകുട്ടിനെ പറ്റി. ആരാണ് ഈ ആൺകുട്ടി? ഹു സേവ്ഡ് എ വില്ലേജ്. ഒരു വില്ലേജിന് തന്നെ ഒരു ഭയങ്കരമായ ആളുണ്ട്. അതാരാണ്? ഗോബ്ലിൻ റാറ്റ്. ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റ് പോലൊരു സാധനത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വില്ലേജിനെ തന്നെ രക്ഷിച്ച ഒരു ആൺകുട്ടിയാണ് നമ്മളുടെ ഈ കുട്ടി. ആ കുട്ടിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനുശേഷം നോക്കി, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടൈം ടു ഓണർ ദ ബോയ് ഹു മെയ്ഡ് us പ്രൗഡ് വിത്ത് ഹിസ് വർക്ക് ഓഫ് ആർട്ട്. ഇവന്റെ ആർട്ട് എന്താണ്? ഇവൻ കുറെ പൂച്ചനെ വരക്കും അല്ലെ. അപ്പൊ ആർട്സ് ക്ലബ് നടത്തുന്ന പരിപാടിയാണ്. അപ്പോ ഇവന്റെ ആർട്ട് എന്താണ്? നമുക്കൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രൗഡ്, നമുക്കൊക്കെ അഭിമാനം തരുന്ന ഒരു നിമിഷമാണ്. കാരണം എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ടൈം ടു ഓണർ ദ ബോയ്. ഇവനെ നമ്മൾ ആദരിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന സമയത്തിന് ഭയങ്കര പ്രത്യേകത ഉള്ളത്. ഹു മെയ്ഡ് us പ്രൗഡ് വിത്ത് ഹിസ് ആർട്ട് ഓഫ് വർക്ക്. നമ്മളെയൊക്കെ ഭയങ്കര അഭിമാനം കൊള്ളിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവന്റെ ആർട്ട് വർക്ക് കൊണ്ട്. എന്താണ് ഇവന്റെ ആർട്ട് വർക്ക്? പൂച്ചകളെ വരക്കും. ആ പൂച്ചയാണ് ആരെ രക്ഷിച്ചത്? ഈ പറയുന്ന വില്ലേജിലെ മൊത്തം ആൾക്കാരെ രക്ഷിച്ചത്. He could send away the goblin rat from the temple. അവന് എന്ത് സാധിച്ചു? ആ പൂച്ചകളെ കൊണ്ട് അമ്പലത്തിലുണ്ടായ ഗോബ്ലിൻ റാറ്റിനെ അവിടുന്ന് ഓടിക്കാൻ അവനെ കൊണ്ട് പറ്റി. He reached the nearby village temple. അവന് അപ്പൊ ആ സംഭവം പറയാം കേട്ടോ. നോക്കിയേ, he reached the nearby village temple. ആ അടുത്തുള്ള ആ അമ്പലത്തിലേക്ക് നമ്മൾ ഈ കുട്ടി എത്തി. അതിനുശേഷം എന്ത് പറ്റി? ബട്ട് ഇറ്റ് ഹാസ് ബീൻ അബാൻഡൻഡ് ബിക്കോസ് ഓഫ് എ ബ്ലഡി തേഴ്സ്റ്റി ഗോബ്ലിൻ. പക്ഷേ ഇവൻ അവിടെ ചെന്നപ്പോ എന്താണ്? അതൊരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടത്. ഉപേക്ഷിക്കപ്പെടാൻ കാരണം എന്താണ്? ഒരു വലിയ ഗോബ്ലിനായിട്ട് കൈ അടക്കി വെച്ചേക്കായിരുന്നു ഈ പറയുന്ന അമ്പലം. While he was waiting for the priest, he drew cats all over the white screens there. അപ്പോ ബാക്കിയുള്ള പ്രീസ്റ്റുകൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ആയിരുന്നു? ഈ പറയുന്ന കുട്ടിയിരുന്നു. അപ്പൊ ആ സമയം കുറച്ചു നേരം ബോറടിച്ചല്ലേ. അപ്പൊ ബോറടിച്ച സമയത്ത് ഇവൻ എന്താ ചെയ്തേ? he drew കാറ്റ്സിനെ വരച്ചു. എവിടെ? അവിടെ കാണുന്ന സ്ക്രീനിലൊക്കെ പൂച്ചകളെ വരച്ചു. When he was tired, he slept in a small cabin because he had to obey the words of his priest. നോക്കിയേ, കുറെ കഴിഞ്ഞു പൂച്ചനൊക്കെ വരച്ചു. പിന്നെ കുറച്ച് ഉറക്കം വരാൻ തുടങ്ങിയപ്പോ എന്ത് പറ്റി? ഉറക്കം വരാൻ തുടങ്ങിയപ്പോ ഇവൻ സ്മോൾ ക്യാബിനിൽ കിടന്നു. സ്മോൾ ക്യാബിനിൽ കിടക്കാൻ കാരണം എന്താണ്? ഒരു കാര്യമില്ലാണ്ട് വെറുതെ ആരെങ്കിലും സ്മോൾ ക്യാബിനിൽ കിടക്കും? ഇല്ല. സ്മോൾ ക്യാബിനിൽ കിടക്കാൻ കാരണം ഇവന്റെ നോക്കിയേ വേർഡ്സ് ഓഫ് ഹിസ് പ്രീസ്റ്റ്. ഇവന്റെ ആദ്യത്തെ അമ്പലത്തിലെ പ്രീസ്റ്റിന്റെ ഉപദേശം ഉണ്ടായിരുന്നു. എന്ത്? ഈ പറയുന്ന നോക്കിയേ, ബിക്കോസ് ഹി ഹാഡ് ടു ഒബേ ദ വേർഡ്സ് ഓഫ് ഹിസ് പ്രീസ്റ്റ്. വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലത്തേക്ക് കയറാനൊരു ഉപദേശം ആര് കൊടുത്തിരുന്നു? പ്രീസ്റ്റ് കൊടുത്തിരുന്നു. അത് അവൻ കേട്ടോണ്ട് അവൻ എന്ത് ചെയ്തു? സ്മോൾ ക്യാബിനിൽ ഒതുങ്ങി.
In the morning, he understood that it was the goblin rat that had frightened the priest away and taken possession of the temple. He understood that it was the cats he had drawn had killed the goblin. Thus his fine drawing saved a village from a great tragedy. Okay, in the morning, രാവിലെ സമയത്ത് എന്ത് പറ്റി? He understood it was the goblin rat. ആ പറയുന്ന രാത്രി കേട്ട ശബ്ദത്തിന്റെ ഒക്കെ പുറകില് ഗോബ്ലിൻ റാറ്റ് ആണെന്ന് ഇവന് മനസ്സിലായി. ഏത് ഗോബ്ലിൻ റാറ്റ് ആണ്? പ്രീസ്റ്റുകളൊക്കെ പേടിപ്പിച്ച അതേ ഗോബ്ലിൻ റാറ്റ്. നോക്കിയേ, it was the goblin rat that had frightened the priest away and taken possession of the temple. അപ്പോ രാവിലെയാണ് ഇതിന് മനസ്സിലായി ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഇയാളെ പേടിച്ച്, ഈ ഗോബ്ലിൻ റാറ്റ് എന്ന് പറഞ്ഞ സാധനത്തെ പേടിച്ച് ഈ പറയുന്ന അമ്പലത്തിൽ ആരും ഇല്ല. അത് അവന് രാത്രി അറിയില്ലായിരുന്നു. He understood that it was the cats he had drawn had killed the goblin. അവന് രാവിലെ ആയപ്പോ എന്തുകൂടി മനസ്സിലായി? ഈ പറയുന്ന ഇവൻ രാത്രി വരച്ച കുറെ കാറ്റ്സ് ഉണ്ടായിരുന്നു, ഭിത്തിയിലൊക്കെ കുറെ കാറ്റ്സിനെ വെച്ചിട്ടുണ്ടായില്ലേ? ആ കാറ്റ്സ് ഒക്കെ കാരണമാണ് എന്ത് പറ്റിയത്? ഈ ഗോബ്ലിൻ റാറ്റ് മരിക്കാൻ കാരണം. ഈ പറയുന്ന കാറ്റ്സ് ഒക്കെ ജീവൻ വെച്ച് ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റിനെ എന്ത് ചെയ്തു? കൊന്നു. Thus his fine drawing saved a village from a great tragedy. ഈ പറയുന്ന ഗോബ്ലിൻ റാറ്റ് ആദ്യം ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് അത് കടന്ന് മറ്റെന്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇവനെ ഈ പറയുന്ന ആ വില്ലേജിലെ ആൾക്കാരെ മൊത്തം തന്നെ ആ ഒരു ഗ്രേറ്റ് ട്രാജഡി അല്ലെ, ആൾക്കാരെ കൊന്നു ചിലപ്പോൾ ആ വില്ലേജ് തന്നെ ഇല്ലാണ്ടായി പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒഴിവാക്കി എല്ലാരെയും ഈ പറയുന്ന ട്രാജഡിയിൽ നിന്ന് മോചിതനാക്കി, അല്ലെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? നമ്മളുടെ ഈ കുട്ടി വരച്ച പൂച്ചകളാണ്. സോ വി ആർ പ്രൗഡ് ഓഫ് ഹിം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവനെ പറ്റി ഭയങ്കരമായ അഭിമാനമുണ്ട് അല്ലേ? കാരണം ഇത്രയും ആൾക്കാരെ രക്ഷിച്ച ഒരാളാണ്. ഇത്രയേ ഉള്ളൂ ഈ സ്പീച്ച്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ? തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു തുടക്കം വേണം. തുടക്കം എന്തായിരിക്കണം? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ബിലവഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ആരൊക്കെയാണോ സദസ്സിലുള്ളത് അവരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം എന്താ പറയണം? ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുക്കണം അല്ലെ? ഒരു ചെറിയ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞാല് ഈ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, beloved teachers and my dear friends. ആൾക്കാരെ പറഞ്ഞു. അതിനുശേഷം എന്ത് പറയും? എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറയണം അല്ലെ? അപ്പൊ ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോ നമുക്കറിയാം അസംബ്ലി രാവിലെയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്ന ഗുഡ് മോർണിംഗ് പറഞ്ഞത്. അപ്പോൾ വേറൊരു സമയത്തുള്ള ഒരു സ്പീച്ചാണ് നിങ്ങൾക്ക് തന്നേക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പൊ ഒരു ഉച്ചക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഉച്ചക്ക് നിങ്ങൾ എന്ത് പറയും? ഗുഡ് ആഫ്റ്റർനൂൺ പറയും. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഈ ഒരു സംഭവം വെച്ച് എന്താണോ സംഭവം കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് റെഡിയായി. സ്പീച്ചിന്റെ ഫുൾ മാർക്കും നമുക്ക് കിട്ടും. അടുത്തതാണ് ഗ്ലോസറി. ഗ്ലോസറി നമുക്കറിയാം, നമ്മൾ കുറച്ച് ക്ലാസ്സിൽ പഠിച്ചു. ബാക്കി കുറച്ച് ഇംഗ്ലീഷ് മീനിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഒരു മാർക്കിന് വരാൻ പറ്റിയ കുറച്ച് ഗ്ലോസറി ആണ്. നോക്കിയേ, ആക്വലൈറ്റ്. ആക്വലൈറ്റ് ആരാന്ന് നമുക്കറിയാലേ? ഈ കുട്ടിനെ എന്തിനാണ് ഈ പറയുന്ന അമ്പലത്തിൽ കൊണ്ടാക്കിയത്? ഒരു ആക്വലൈറ്റ് ആവാനാണ്. ഒരു കീഴ്ശാന്തി എന്നൊക്കെ പറയുന്ന ഒരു അസിസ്റ്റന്റ് എന്നാണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് വരിക. കാരണം ആരാണോ നല്ല നിലയിൽ നിൽക്കുന്ന, ടോപ്പിൽ നിൽക്കുന്നത്, അവരുടെ താഴെ അവരെ പോലെ തന്നെ ആവാനായിട്ട് വരുന്ന ഒരാൾ, അതാണ് ആക്വലൈറ്റ്. ഇംഗ്ലീഷിലെ മീനിങ് എന്താ പറയാ? അസിസ്റ്റന്റ്. ഇവിടെ ആരാണ് ആക്വലൈറ്റ്? നമ്മളുടെ ഈ കുട്ടിയാണ്. ഈ കുട്ടിനെ ഫാർമേഴ്സായ അവന്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നാക്കിയത് ആരുടെ അടുത്താണ്? ഈ പറയുന്ന ഒരു പ്രീസ്റ്റിന്റെ അടുത്താണ്. പ്രീസ്റ്റിന്റെ ആക്വലൈറ്റ് ആയിട്ട് ഇവരെ വളർത്താം. അപ്പോൾ ആക്വലൈറ്റിന്റെ മീനിങ് എന്താണ്? അസിസ്റ്റന്റ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിൽ വരിക. ഓക്കെ, മോൺസ്ട്രസ്, വെരി ലാർജ്, ugly ആൻഡ് ഫ്രൈറ്റനിങ്. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടുള്ള, അല്ലെങ്കിൽ അത്ര കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ മോൺസ്ട്രസ് എന്ന് പറയും. ഇവിടെ ആരാണ് മോൺസ്ട്രസ് ഫിഗർ? ഇവിടെ ഗോബ്ലിൻ റാറ്റ് ആണ് മോൺസ്ട്രസ് ഫിഗർ. ഓക്കെ, കോഷ്യസ്, കെയർഫുള്ളി. ഓക്കെ, കോഷ്യസ് എന്ന് വെച്ചാൽ എന്താ? കെയർഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കോഷ്യസ് ഉള്ള ബോർഡ് കണ്ടോ? അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ഒന്ന് കോഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സ്ഥലം. അങ്ങനെയൊക്കെയാണ് നമ്മൾ കോഷ്യസ് എന്ന വാക്കിനെ പറയാം. കെയർഫുൾ, സൂക്ഷിക്കണം. അടുത്ത നോക്കിയേ, റിസോൾവ്, ഡിറ്റർമൈൻഡ്, തീരുമാനിച്ചു കഴിഞ്ഞു. റിസോൾവ് എന്ന് വെച്ചാൽ എന്താ? തീരുമാനിച്ചു കഴിഞ്ഞു. ഡിറ്റർമൈൻഡ്, ഒരു കറക്റ്റ് തീരുമാനമുണ്ടോ, ഡിറ്റർമിനേഷൻ ഉണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കൂടാതെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ബാക്കിയുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലെ 4 ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഒരു മാർക്കിന് എന്ത് വരും? ഈ പറയുന്ന ഗ്ലോസറി, അതായത് ഈ പറയുന്ന ടീച്ചർ എന്ത് തരും? ഈ സൈഡിൽ കാണുന്ന വേർഡ്സ് തരും. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ഇംഗ്ലീഷ് വാക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ എഴുതണം. അപ്പോൾ കറക്റ്റായിട്ട് എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് പഠിക്കണം.
കോൺവെർസേഷൻ നമ്മൾ നോക്കി, അതേപോലെ സ്പീച്ച് നോക്കി, അതേപോലെ നോക്കി ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട് നോക്കി. അപ്പൊ ഇതൊക്കെ നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ മറ്റ് ചാപ്റ്ററും പഠിക്കുക. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും, നല്ല അത്രയും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയാക്കി എഴുതാം. മറന്നു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് കൈ നിർത്തി എഴുതാൻ കൂടി പറ്റുമല്ലോ. നമുക്ക് കഥ അറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, എന്ത് വേണം കൈ നിർത്തി എഴുതാം. ഫോർമാറ്റ്സ് ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആദ്യം തുടങ്ങുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തുടങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും, ആകെ കോളമായി പോകും. കാരണം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റൂളാണ്, ഒരു നിയമമാണ്. ഏതൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തുടങ്ങും. അതേപോലെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആണെങ്കിൽ കുറേ എഴുതാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഒറ്റയടിക്ക് എഴുതി പോകേണ്ട, അടുത്ത പാരഗ്രാഫിൽ കൊണ്ടുവരാം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഒരു പുതിയ സെന്റൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ ഫുൾ സ്റ്റോപ്പ് കഴിയുമ്പോൾ എന്ത് വേണം, ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം. അപ്പൊ നമ്മളെ ആൻസർ ഷീറ്റ് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം, കഥ നമുക്കറിയാം. അപ്പൊ പറ്റുന്നവരൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എല്ലാവരും വായിക്കണമെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പേരെങ്കിലും പറഞ്ഞത്. സമയം കിട്ടുന്നവരൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കഥ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കണം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കുക. അപ്പൊ എന്താണ്, ഇപ്പൊ എത്ര എളുപ്പമായില്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.